സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന തീരുമാനത്തോടെ ഇരിക്കുക വൈജയന്തിയുടെ സഹോദരന്മാരും. രാജീവാണെങ്കിൽ രാജീവിൻ്റെ ചേട്ടനൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവരെ വീട്ടിൽ നിന്ന് മാറ്റുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈജയന്തിക്ക് എന്ത് സംഭവിച്ചിരുന്നാലും കൂടെ നമ്മളുണ്ടെന്ന് തോന്നൽ അവൾക്കുണ്ടാവണം എന്ന് രാജീവ് പറയുന്നുണ്ട്. അപ്പോൾ രാജീവിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എന്തായിരുന്നാലും കുറേ ദിവസമായില്ലേ ആ വീട്ടിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കതിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അലീനെ പുറത്താക്കണം എന്ന് അവരും പറയുന്നുണ്ട്. മുത്തശ്ശി ഇത് കേട്ടോണ്ടിരിക്കുക. മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ വൈജയന്തിയുടെ വീട്ടിലേക്ക് പോവുക, ഇതിലൊരു തീരുമാനമാകണം. അപ്പോഴത്തെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും പോണതൊക്കെ കൊള്ളാം, അലീനയ്ക്ക് ദോഷം വരുന്നൊന്നും ചെയ്യുകയോ അവളെ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു ദോഷം വാങ്ങിച്ച് മാത്രം കിട്ടരുത് എന്നും പറയുന്നുണ്ട്. ദോഷമായിട്ട് കുടുംബത്തെ മാത്രം ബാധിക്കുകയുള്ളൂ അത് എന്നും പറയുന്നുണ്ട് മുത്തശ്ശി. ഇതൊന്നും വകവയ്ക്കാതെ അവർ പറയുക, നിങ്ങളെ വാക്ക് ആരാ കേൾക്കാൻ പോകുന്നത്, ഞങ്ങൾ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും എന്ന് മോൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന മുത്തശ്ശി ആലോചിക്കുകയാണ്, ബാലചന്ദ്രന് എന്തോ ഉള്ള ഒരു അടുപ്പം അവളയിലുണ്ട്, അതുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് ഇത് മനസ്സിലാക്കാതെ ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ വീട്ടിലെ ജോലികൾ ചെയ്ത് നിൽക്കുകയല്ലേ, പിന്നെ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രാജീവ് പറയുന്നുണ്ട്, എന്തായിരുന്നാലും നിങ്ങൾ സംസാരം ആർക്കും കേൾക്കണ്ട, ഒന്ന് നിർത്തുമോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. മുത്തശ്ശി പറയുക, വയസ്സാങ്കാലത്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക പറയാനോ നിങ്ങൾക്ക് ആർക്കും സമയമില്ല. ഞങ്ങൾ നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം മാത്രമേ തോന്നുകയുള്ളൂ. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അലീന ഫോൺ വഴി പറയുന്നുണ്ട്, ഞാനിവിടെ വന്നേ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ദേഷ്യവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഞാൻ മാത്രമാണ്, ഞാൻ എന്താ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. മനീനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യമുള്ളവർക്ക് എന്ത് ചെയ്യാനാ, നീ ഒന്നും മിണ്ടാതിരിക്കുമോ അലീനെ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടുകൊണ്ട് വന്നിട്ട്. അപ്പോൾ ഈ കൃഷ്ണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയ ഇവിടെ എപ്പോഴും അലീനയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക അവിടെ എല്ലാവരും ഇരുന്ന്, അമ്മയും അതുപോലെ തന്നെ ചേച്ചിയൊക്കെ. അവർ പറയുക, ചേച്ചിയടുത്ത് മിണ്ടരുത്, അടുത്ത് പോകരുത്, സംസാരിക്കരുതെന്നൊക്കെ. എന്ത് ചെയ്യാനാച്ചാ എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അതിനൊരു കാര്യമുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എപ്പോഴാണോന്നും അറിയത്തില്ല ഇങ്ങോട്ട് വരുന്ന എല്ലാവരും കൂടെ, എങ്കിലും ഒരു ഭൂമി കുലുക്കം തന്നെ നടക്കും, അത് ഉറപ്പാണ്. അന്ന് ഞാൻ എന്തെങ്കിലും തീരുമാനിക്കും എന്ന് കൃഷ്ണയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ആരും ഒന്നും പറയണ്ട, കാര്യം എന്തെന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ അറിയാൻ സമയമായില്ല, അറിയാൻ സമയമായപ്പോൾ അറിയട്ടെ എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വൈജയന്തിയുടെ സഹോദരന്മാർ വരുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിക്കുകയാണ്. എന്താ പ്രശ്നം നിനക്ക്, അതിവിടെ ഇതുവരെ മനസ്സിലായില്ലേ, ഈ അലീനയാണ് ഇവിടുത്തെ മുഖ്യ പ്രശ്നം, അത് നമുക്കൊന്ന് തീർക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, എന്തു വെച്ചിരുന്നാലും അവളെ പിടിച്ച് പുറത്താക്കുക, അത് തന്നെ നമ്മുടെ തീരുമാനം, അതിനൊരു മാറ്റവുമില്ല. ഇത് കേട്ടോണ്ട് വരിക ബാലചന്ദ്രൻ വന്ന് പറയുക, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ കാര്യമൊന്നും നിങ്ങൾക്കറിയില്ലേ, ഞാനാ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണെന്നോ, നിങ്ങളുടെ ഭാര്യയും മക്കളെക്കാളും വലുതാണോ എവിടെ നിന്ന് കയറി വന്ന ഒരു കുട്ടി, അതും ഒരു അനാഥ പെണ്ണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ പറഞ്ഞ അനാഥയെന്ന്, അവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, പിന്നെ അവളെങ്ങനെ അനാഥരാവുന്നേ, നിങ്ങളായിരിക്കും അനാഥ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അവളെ പിടിച്ച് പുറത്താക്കി വിട് ബാലചന്ദ്ര എന്ന് പറയുന്നുണ്ട് രാജീവ്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് അലവിലൊരു അടി കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടിധരിച്ച് നിൽക്കുക എല്ലാവരും. നമ്മളെക്കാളും വലുതാണോ നിനക്ക് ഇപ്പോൾ കയറി വന്ന അലീന, ഇനി അലീനയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന് വൈജയന്തിയുടെ സഹോദരൻ പറയുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങളാരും പ്രശ്നം ഉണ്ടാക്കണ്ട, എൻ്റെ പേരും പറഞ്ഞ്, എന്തായിരുന്നാലും അയാൾ ഈ തീരുമാനത്തിൽ നിന്ന് മാറാനും പോകുന്നില്ല. എന്നെയാണെങ്കിൽ ശത്രുവിനെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതകാലം മുഴുവൻ ശത്രുവിനെ പോലെ കണ്ടാലും കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന ചിന്തയേ എനിക്കുള്ളൂ, എങ്ങനെയും പുറത്താക്കണം, അത് ബാലചന്ദ്രനായിട്ടുള്ള ഒരു ബന്ധവും എനിക്കിനി വേണ്ട എന്ന് പറയുന്നുണ്ട്.
വൈജയന്തി. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തില്ല എങ്കിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ?